നമ്മുടെ ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങളിൽ, നമ്മുടെ ദുനിയാവിലെ ആഖിറത്തിലെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെടണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ പറയുന്നത്, യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, ഉൻദുർനാ യാ റസൂലല്ലാഹ്, അദ്രിക്നാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള വഴി എന്താ? തങ്ങൾ ഇടപെടാൻ അവിടുത്തെ പിടുത്തവും നോട്ടവും ഒക്കെ നമുക്ക് ലഭിക്കാനുള്ള വഴി എന്താണ്? ധാരാളം സ്വലാത്ത് പറയുക. അല്ലാഹു നിർവഹിച്ച വിഷയം, അല്ലാഹു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയം, അത് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത്, അക്സിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് പറയുക. അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ച് പറഞ്ഞാൽ ഫഇന്ന സ്വലാത്ത അലയ്യ നൂറുൻ ഫിൽ ഖബ്രി, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അത്തരക്കാർക്ക് ഖബറാകുന്ന ഇരുട്ടറയിൽ വലിയ പ്രകാശമായിട്ട് സ്വലാത്ത് കൂട്ടനുണ്ടാകുന്നതാണ്. ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. ഏത് വിഷമഘട്ടത്തിലും റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് സലാം വീട്ടിയാതെ ഇരിപ്പിലിരുന്ന് ഇസ്തിഗ്ഫാറും സ്വലാത്തൊക്കെ പറഞ്ഞ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിയദി ഖല്ലത് സഹീലതി അദ്രിക്നി എന്ന് പറഞ്ഞാൽ റഹ്മത്തായ തങ്ങൾ ഇടപെടും. അതിൽ ഇഷ്കാല് വേണ്ട. അവിടുത്തെ പിടുത്തം കിട്ടിയാൽ 2 ലോകത്തും വിജയിക്കാൻ അത് മതിയാകുന്നതാണ്. അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് നാം ജീവിക്കുക. തങ്ങളെ ഹബ്ബിനാൽ അഷ്ഖിനാൽ നമ്മുടെ ഖൽബ് ഊട്ടി ഉറപ്പിക്കുക. ഇവിടെ ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം 2 ലോകത്തും നമുക്ക് ലഭ്യമാക്കണം. അല്ലാഹു നമ്മെ കബൂലാക്കി തരട്ടെ. അല്ലാഹു നമ്മെ ഏറ്റെടുക്കട്ടെ. ആ തങ്ങളെ പിടുത്തം 2 ലോകത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. ജീവിതത്തിൽ കളവ് പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിത്ന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. ലഹരി ഉപയോഗങ്ങളിൽ ഇടപെടണ്ട. ഇന്നിപ്പോ കണ്ടില്ലേ, മയക്കുമരുന്നിന് അടിമപ്പെട്ട്, ലഹരിക്ക് അടിമപ്പെട്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അരാജകത്വങ്ങൾ, എന്തെല്ലാം അനാശ്വാസ പ്രവർത്തനങ്ങൾ. അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകാതെ, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ അകപ്പെടാതെ, പലിശയുമായിട്ട് ഇടപെടാതെ, ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുക, വേണ്ട എന്ന് പറഞ്ഞ
പറഞ്ഞത് മാറ്റിവെക്കുക. ആ നിലക്ക് ചെറിയ കാല ആയുസ് ഈ മാസം സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തെ അനുസ്മരിക്കുന്ന മാസമാണ് ഈ ശ്രേഷ്ഠമായ മാസം. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളൊക്കെ പ്രിയം വെച്ച് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മളെ യൂസുഫ് വല്ലപ്പുഴ അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ മുഹബ്ബീങ്ങൾ ബായാർ സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുകൾ സ്വലാത്തിനൊക്കെ വരുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പല രോഗങ്ങളും പ്രയാസങ്ങളും. കഴിഞ്ഞ ബായാർ സ്വലാത്തിന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ട് വല്ലാത്ത അവസ്ഥയിൽ അത് പൊട്ടി പുറത്തേക്ക് ബ്ലഡും ചലവും ഒക്കെ ഒലിക്കുന്ന കഠിനമായ വേദന കൊണ്ട് പെടയുന്ന ആ അവസ്ഥ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ കടപ്പുറം മക്കാമുറൂസിന് എത്തിയപ്പോൾ അവിടെ അദ്ദേഹം അവരെ കുടുംബവും ആ സഹോദരിയുമായി അവിടെ വന്നിരുന്നു. അല്ലാഹുവേ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഒരു പണ്ഡിതനായ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും ഒരു സഖാഫിയാണ്, ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെയധികം സങ്കടത്തിലാണ്. ചെറിയ മക്കളുള്ള ആ ചെറുപ്പക്കാരനായ പണ്ഡിതനായ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ, അല്ലാഹുവേ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ ഇപ്പോഴത്തെ ഈ വൈറസ് രോഗങ്ങളടക്കം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അല്ലാഹു സുഹത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. അല്പം ദിക്ർ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ ഈ മജ്ലിസ് പൂർത്തീകരിക്കുന്നു. മഹാനരായ കൻസുൽ ഫുഖഹാ ശൈഖുന കൊമ്പം ഉസ്താദ് അടക്കമുള്ള നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അഹ്ലുസുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവവീതികളിലേക്ക് തത്സമയം മിഴി തുറന്ന് പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തികവിൽ. ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ.